ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിട്ട് തോന്നിയത് ഇന്നേ കാലം വരെയുള്ളതിൽ ഏറ്റവും മികച്ച മന്ത്രിയായി തോന്നിയത് എനിക്കത് മോദിജി തന്നെയാണ്. മോദിജിനോട് നമുക്ക് ആദ്യമൊക്കെ വെറുപ്പാണെങ്കിലും പിന്നെ ബഹുമാനം കൂടി വരികയാണ്. ഇപ്പോൾ മോദിജി എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനായി മാറി. കാരണം എന്താ വെച്ചാൽ ലോകം അറിയുന്ന ഒരു നേതാവ് എന്ന നിലക്ക്, അതേപോലെ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഒരു നേതാവ് എന്ന നിലക്കും, ഈ നാടിൻ്റെ ഏറ്റവും പുരോഗതി ആഗ്രഹിച്ച് വർഗീയത ഉണ്ടാക്കുന്ന ഒരു നേതാവ് എന്ന നിലക്കും എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനവും ആദരവും ഉണ്ട്. എന്തെന്നാൽ അദ്ദേഹം ഇതുവരെ എത്തിയിട്ടുള്ള മാർഗങ്ങളൊക്കെ എനിക്ക് തൃപ്തകരമായിരുന്നു. കാരണം ഈ ലോകത്തിന് വേണ്ട ഇത് ഏതാണോ, ഈ നാടെന്താണോ അർഹിച്ചത് ആ രീതിയിലുള്ള ഒരു മന്ത്രിനെ കിട്ടി എന്നുള്ളതിൽ അഭിമാനം തോന്നുന്നു. ഈ നാട്ടുകാർക്ക് അർഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി കിട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട്. ഇത്ര വലിയ ഒരു നേതാവിനെ ഈ നാട്ടിന് കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതവും തോന്നാറുണ്ട്. ഈ നാട്ടിലെ ഈ രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ മോദിജി. മോദിജിൻ്റെ മുമ്പിൽ ഒരു പ്രധാനമന്ത്രിയും ക്ഷേമത്തിനായിട്ട് ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായത്. ദൈവം തന്ന വരമാണ് മോദിജി. ഈ മോദിജിനെ കുറിച്ചിട്ട് ആളുകൾ ഇങ്ങനെ കുറ്റം പറയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കണില്ല. മോദിജി ചെയ്യാത്തത് എന്താണ്? ഇന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മോദിജി ചെയ്യാത്ത എന്താണ് ഉള്ളത്? ഇന്ന് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഭരണാധികാരി എന്ന നിലക്കും ജെഫ്രിൻ ഫയലിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്ന അഭിമാനത്തോടെയും അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്ന ഏതൊരാൾക്കും അദ്ദേഹത്തിന് എടുത്തു പറയാൻ പറ്റുന്ന പല കാരണങ്ങളുണ്ട്. ഗുജറാത്ത് കലാപം മോദിജി പാവാണ്, മോദിജി അത് ചെയ്യൂല. അതേപോലെ പുൽവാമ തീവ്രവാദം, ഇതിൽ മോദിജിക്ക് ഒരു പങ്കുമില്ല. ആളുകൾ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാണ്ട് ഈ മോദിജിനെ മോശമാക്കി കാണുന്നവർക്ക് ഈ കമ്മികളും കുങ്ങികളും പറഞ്ഞുണ്ടാക്കുന്നതല്ലാത്ത ഒന്നും മോദിജിൻ്റെ മേലെ നിങ്ങളിന്ന് എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമല്ല. മോദിജിൻ്റെ വളർച്ച നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. മോദിജി എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഇന്ന് ഇന്ത്യ ഈ ലോകത്തിലുണ്ട് തന്നെ അറിയുന്നത് മോദിജി ഉണ്ടായതുകൊണ്ടാണ്. മോദിജി ഇവിടെ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നു, എന്തെല്ലാം നന്മകൾ ചെയ്തു. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ വിമർശകർ പറയും പല കാര്യങ്ങളും, അതൊക്കെ നുണയാണ്, അതൊന്നും ഇല്ലാത്തതാണ്, അതൊക്കെ വിവരമുള്ള ഒരു പൊട്ടത്തരം പറയാണ്. അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ഡോളറിന് 67 ഉറുപ്പ്യ കിട്ടുക. ഇന്ന് അങ്ങനെയല്ല, 92 ഉറുപ്പ്യ കിട്ടും. അതൊരു മികവല്ലേ? അതേപോലെ 2014 പട്ടിണി രഹിത പട്ടികയിൽ 121 സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് 140 സ്ഥാനത്തായില്ലേ? പട്ടിണി രഹിത പട്ടികയിൽ ഇന്ന് 142 സ്ഥാനത്തായില്ലേ? ഇതൊരു മികവല്ലേ? അതേപോലെ 1.5 ലക്ഷം കോടി കടം ഉണ്ടായിരുന്ന ഇന്ത്യ ഇന്നിപ്പോൾ ആ കടമൊക്കെ വീട്ടിയിട്ട് 5 ലക്ഷം കോടിയിലേക്ക് എത്തിയില്ലേ? അതൊരു മികവല്ലേ? ഇതൊന്നും കമ്മികൾക്കും കുങ്ങികൾക്കും ബുദ്ധിയുള്ളവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ മനസ്സിലാകണമെങ്കിലേ അല്പം അത് തിന്നണം. മനസ്സിലായോ? പള്ളികൾ പൊളിച്ച് അമ്പലം ആക്കിയതല്ല, ആദ്യം അവിടെ അമ്പലം ഉണ്ടായിരുന്നത് പള്ളി ആക്കിയതാണ്. ജീവിക്കണ്ട, സമാധാനത്തോടെ ജീവിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അതെന്താ വെച്ചാൽ അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം ആകേണ്ട രാജ്യമാണിത്. ഇത് ഹിന്ദു രാഷ്ട്രമായിട്ട് തന്നെ നിലനിർത്തും. ഹിന്ദു രാഷ്ട്രം ആകുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മനുസ്മൃതി കൊണ്ടുവരും. മനുസ്മൃതിയിലെ നിയമങ്ങൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ തോൽപ്പിക്കാൻ ഇന്ന് ഈ ഭൂലോകത്തിൽ ഒരു മൃതിയില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഈ ലോകത്തിന് ഏറ്റവും മികച്ച രാജ്യമാക്കി മാറ്റും. ഇപ്പോൾ മണിപ്പൂർ കലാപം എന്താ മോദി ഉണ്ടാക്കിയതാ? മോദിയെ പോയിട്ട് ഇവരൊക്കെ വെട്ടിക്കൊന്ന് അടി ഉണ്ടാക്കിയത്? ഒരു പോണു വെട്ടിക്കൊല്ലൊരു ചാകട്ടെ, അല്ലാണ്ട് ഇപ്പം എന്താട്ടാ? ഓല അക്രമികൾ ചാകട്ടെ. ഇപ്പോൾ ഡൽഹിയിൽ ക്രിസ്മസ് നടത്താൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ഇതൊരു ഇന്ത്യ രാജ്യമാണ്, അല്ലാണ്ട് ഇത് ക്രിസ്തു രാജ്യമല്ലേ? ഈ നിങ്ങളെന്താ സൗദി അറേബ്യയിലൊന്ന് പോയിട്ട് ദീപാവലി നടത്തി, അല്ലെങ്കിൽ ഓണം നടത്തി? ഇത് ഇന്ത്യ രാജ്യം ഹിന്ദുവിൻ്റെ ഒറ്റക്കുള്ളതാണ്. അവിടെ നിങ്ങളെ ജീൻ ഏതോ DNA ഏതോ എന്നൊന്നും നമുക്കറിയില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ അറബികൾ വന്നിട്ട് നമ്മളവിടെ ഹിന്ദു എന്ന് വിളിച്ചു. അപ്പോൾ ഇന്ത്യയിലുള്ളവരൊക്കെ ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. സംസ്കാരം അതിനെ പുച്ഛിക്കരുത്. ഇപ്പോൾ ഹിന്ദു BJPയിൽ ചേർന്ന് കഴിഞ്ഞാൽ തീവ്രവാദി, മുസ്ലിങ്ങൾ ലീഗിൽ ചേർന്നാൽ മതേതരവാദി. ഇതിനൊക്കെ എന്താ അർത്ഥം? നമ്മൾ മനുഷ്യത്വത്തോടെയും ബുദ്ധിപരമായിട്ടും ചിന്തിക്കുകയാണെങ്കിൽ ചാണകം തിന്നണതിൽ എന്താ കുഴപ്പം?
ഗോമൂത്രം കുടിച്ചാൽ എന്താ കുഴപ്പം? ഗോമൂത്രം കുടിച്ചിട്ട് ആരെങ്കിലും ചത്തുക്കണോ? ചാണകം തിന്നിട്ട് ഇപ്പോൾ 1300 കോടി ഉറുപ്പി ഈ ചാണകത്തിൽ നിന്ന് എന്താ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കി. അതെന്തിനാണ്? പൈസ ഇനിയൊരു 1500 കോടി വേണമെങ്കിലും ചിലവാക്കും. അതെന്താ ചോദിച്ചാൽ ഗോമൂത്രം എന്ന് പറഞ്ഞാൽ അത് പുണ്യമുള്ളതാണ്, അത് പവിത്രത ഉള്ളതാണ്. അത് നമുക്ക് പാല് തരുന്ന ദേവിയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ കാഷ്ടാണ്, അല്ലെങ്കിൽ മൂത്രമാണ്. പെറ്റമ്മേൻ്റെ മൂത്രം ഈ കുടിക്കുമോ അങ്ങനെ ചോദിക്കണം ചില മൈരന്മാർ. അതെങ്ങനെ പെറ്റമ്മേൻ്റെ മൂത്രം തൂട്ടം തിന്നാം? പക്ഷേ പാല് തരുന്ന മാതാവിൻ്റെ നമുക്ക് തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതെന്താ വെച്ചാൽ അത് തിന്നാലാണ് ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്ക് വരുന്നത്. ഞങ്ങൾക്ക് ആ ബുദ്ധി മതി. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച മന്ത്രി ഏതാണെന്ന് വെച്ചാൽ അത് നരേന്ദ്രമോദി. ഞാനൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ എൻ്റെ പ്രാർത്ഥന മുഴുവൻ എൻ്റെ മോദിക്ക് ദീർഘായുസ് കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. മോദി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനാണ്, ഞങ്ങളെ അഭിമാനമാണ്. ഞങ്ങൾ ഇവിടെ സുരക്ഷമായിട്ട് ജീവിക്കണത് മോദി ഉണ്ടായതുകൊണ്ടാണ്. മോദി ഇല്ലെങ്കിൽ ഈ ലോകം, ഈ ഇന്ത്യ നശിച്ചു പോയിട്ടുണ്ടാവും. ഈ ഇന്ത്യ ഈ മാർക്സിസ്റ്റും കോൺഗ്രസും പാടെ ഭരിച്ചു മുടിച്ച് അതൊരു മതേതരത്തെ രാജ്യമാക്കി. മതേതരത്തെ രാജ്യം എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യം, ചർമ്മനും പാടനും നായിക്കും നായരും എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യം. ഇത് നമുക്ക് സഹിക്കണില്ല. നമുക്ക് ഹിന്ദു രാജ്യം ഉണ്ടാക്കി ഹിന്ദുക്കളെ നമുക്ക് സംരക്ഷിക്കണം. ഹിന്ദുക്കളെ സംരക്ഷിച്ചിട്ട് അതിൽ ചതുർവർണ്ണം കൊണ്ടുവരണം. ചതുർവർണ്ണം കൊണ്ടുവന്നിട്ട് ആര്യൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഉണ്ടാവണം. അതിൽ നികൃഷ്ട ജീവിയായ മകേശനെ പോലുള്ളവരും വേണം. അപ്പോഴാണ് ഇന്ത്യൻ്റെ സമ്പൂർണ്ണത വരിക. അതാണ് നമുക്ക് വേണ്ടത്. തമ്മിൽ ചാകണം. ചത്ത് മരവിച്ചിട്ട് കൂട്ടം കൂടി മരവിച്ചിട്ട് ഈ 175 കോടി എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചത്ത് അതൊരു 50 കോടിയിലേക്ക് എത്തണം. 50 കോടിയിലേക്ക് എത്തുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യം വെറും 50 കോടി മനുഷ്യന്മാരുടെ സാധനമായി മാറും. അതിൽ നമുക്ക് ഐശ്വര്യങ്ങളുണ്ടാവും, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാവും. ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് മോദി എന്തെങ്കിലും ചെയ്യണം, അത് തെറ്റാ? അത് തെറ്റാന്ന് പറയുന്ന നായിയാണ് തീവ്രവാദി. അവനെയാണ് വെറുക്കേണ്ടത്. ജെയിംസ് വെറും മോനെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ആൾക്കാർ കളിയാക്കി. ജെയിംസ് വന്നിട്ടില്ലേ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ പന്തലിൽ തന്നെ ജെയിംസ് വന്നിക്കണു. ജെയിംസ് വരും മറ്റേ മോനെ എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. ജെയിംസ് വന്നിരുന്നു. അന്ന് ആ പന്തലിൻ്റെ മുമ്പിൽ ജെയിംസ് ഉണ്ടാകും. നിങ്ങൾക്ക് ജെയിംസിനെ അറിയോ? ജെയിംസിനെ അറിയാത്തതുകൊണ്ടാണ് വിവരം നിങ്ങൾക്ക് ചോറുന്നുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ എന്താ ജെയിംസ് വരുന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അയാൾക്ക് അതിനുള്ള വിവരമുണ്ട്, വിവേകമുണ്ട്. അയാൾ പണ്ടൊക്കെ എല്ലാ നാട്ടിലും ഇഷ്ടപ്പെട്ടിരുന്നൊരു പ്രധാന മനുഷ്യന്മാരായിരുന്നു. പക്ഷേ അങ്ങനെ എല്ലാ നായ്ക്കളെയും ഇഷ്ടം ഞങ്ങൾക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതിൽക്കൂടെ മുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളതായ വികാരങ്ങളുണ്ടാവും. ഞങ്ങൾ മനുഷ്യന്മാരാണ്. ഞങ്ങൾ ചാണകം തിന്നു കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും. ഞങ്ങൾ മനുഷ്യന്മാരാണ്. ഗോമൂത്രം കുടിക്കുമ്പോൾ ഗോമൂത്രത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും. ഞങ്ങൾക്ക് അല്പം ബുദ്ധി കമ്മി ഉണ്ടാവും. നിങ്ങൾ ക്ഷമിച്ചു തരണം. നിങ്ങൾ ചോറ് തിന്നതിന് പകരം ഞങ്ങൾ തീട്ടം തിന്നണമെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് തീട്ടം തിന്നിട്ട് നിങ്ങളത്ര ബുദ്ധി ഇല്ലെങ്കിലും നിങ്ങൾ പറയണത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ നമ്മുടെ എപ്സ്റ്റീൻ ഫയലിൽ മോദിൻ്റെ പേര് പരാമർശിച്ചിട്ടുള്ളൂ എന്നുള്ളൂ. ട്രംപ് അത് ഫുള്ളായിട്ട് വിടൂല. കാരണം എന്താ വെച്ചാൽ ഞാനിത് ഫുള്ളായിട്ട് വിടണോ അതോ ഇതിൽ ഒപ്പിടണോ എന്ന് ചോദിച്ചു. മോദി ഭയമൊന്നും കൂടാതെ നട്ടെല്ല് നിർത്തി 56 ഇഞ്ച് ശരീരം കൊണ്ട് പോയിട്ട് അതിലാണ്ട് ഒപ്പിവെച്ചു, ഒരു ഭയവും കൂടാതെ. കാരണം എന്താ? ഇപ്പോൾ മോദി ട്രംപ് ഇടക്കിടക്ക് പറയും മോദിൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് വേണമെങ്കിൽ ഓനെ അവിടുന്ന് ഇറക്കാനും വയ്ക്കും കയറ്റാനും വയ്ക്കുമെന്ന്. അപ്പോൾ ഇടക്കിടക്ക് പറയും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ വേർത്തരാം. അപ്പോൾ ഇവിടുന്ന് ഈ 2022 ശേഷം 90,000 കുട്ടികൾ കളവ് പോയിട്ടുണ്ട്. 90,000 കുട്ടികൾ ഈ ഇന്ത്യയിൽ നിന്ന് കളവ് പോയിട്ടുണ്ട്. ആ കുട്ടികളുടെ വിവരം ചിലപ്പോൾ ജെഫ്രി ഇത് വരെ എത്തും, എഫ്സ്റ്റീനിൽ വരെ എത്തും. അപ്പോൾ കള്ളനായിൻ്റെ മനെ ഇതിൽ ഒപ്പിട്ടോ, അല്ലെങ്കിൽ എന്താ ചവിട്ടി കൂട്ടിക്കളി എൻ്റെ ഈ അധികാരമായിരൊക്കെ നമ്മൾ ചവിട്ടിയിട്ടാണ് കൂട്ടി പൂറി മനെ ഒപ്പിടാന്ന് പറഞ്ഞിട്ട് ഒപ്പിടിപ്പിച്ചൊന്നും അല്ല. ഇയാൾക്ക് ലാഭമുണ്ട് തോന്നി. കർഷകർ നമ്മളിവിടുത്തെ ഇന്ത്യൻ കർഷകരൊക്കെ ഒത്തിരി അഹങ്കാരികളാണ്. ഓര് വെച്ചുണ്ടാക്കി നമുക്ക് തിന്നേണ്ട വലിയ കാര്യമൊന്നുമില്ല. ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് തരും, വില കമ്മിയായിട്ട് കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മൾ ഈ കർഷകരുടെ ആ ബലം വെപ്പണം മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത്. അല്ലാണ്ട് ട്രംപ് പേടിപ്പിച്ചിട്ടൊന്നുമല്ല. ട്രംപിനെ അങ്ങനെ പേടിക്കണ ആളും അല്ല നമ്മുടെ മോദിജിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അതിനൊക്കെ ചാണകം തിന്നണം, ഗോമൂത്രം കുടിക്കണം, എന്നാലേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. ഞങ്ങളുടെ മതവികാരം, ഗോത്രവികാരം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ഗോമൂത്രം കുടിക്കണം.
കുടിച്ചോ? ചാണകത്തിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് തിന്നണം, പച്ചക്ക് തിന്നണം. തിന്നുവോ? തിന്നയ്യേ നീ തിന്ന, അതാടാ നിങ്ങൾക്ക് ബുദ്ധി. നിങ്ങൾ തീട്ടം തിന്നാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധി. നിങ്ങൾ ഈ വിമർശിക്കണ പുലിയടി മക്കളില്ലേ, നിങ്ങൾ തീട്ടം തിന്നണം, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധി വരുള്ളൂ, ബുദ്ധി പോകുള്ളൂ. ഇപ്പം ഞങ്ങൾ ഈ ചാണകം തിന്ന് ബുദ്ധിയും കേട്ട് എന്ത് മറ്റേ പരിപാടി ചെയ്താലും അതിന് ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് വയ്ക്കേണ്ട. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് തീട്ടം തിന്നണോണ്ടാ, പച്ചത്തീട്ടം അത് തിന്നണോണ്ടാ. ഞങ്ങൾക്കതങ്ങനെ എടോ ഇഞ്ഞി ഒരു മൈരം പറയൽ കേട്ടു. എന്ത് ഈ ഇന്ത്യ ഇഞ്ഞി പഴയ പോലെ ആകണമെങ്കിൽ പതിറ്റാണ്ടുകൾ വേണമെന്ന്. പതിറ്റാണ്ടല്ല, 10-15 ആണ്ടുകൾ വേണമെന്ന്. മനുഷ്യന്മാരുടെ ഇടയിൽ വിഷം കുത്തി കലക്കി കഴിഞ്ഞാൽ ആ വിഷം പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വർഷക്കണക്കിന്. ആ വിഷം, വൈരാഗ്യം, ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ മാറി വരണമെങ്കിൽ പതിറ്റാണ്ടുകൾ കഴിയണം. ഇന്ന് വരെ ഉണ്ടാക്കിയ തീവ്രവാദങ്ങൾക്കും ഇന്ന് വരെ ഉണ്ടാക്കിയ വംശീയതക്കും ഒരു വർഗീയതയിൽ കുത്തിമുളച്ച കൂനിൻ്റെ ഒരു തീട്ടത്തിൽ മുളച്ച് വന്ന വലിയൊരു കൂനാണ്. ആ കൂനിൻ്റെ പ്രഹരം പോണെങ്കിൽ പതിറ്റാണ്ടുകൾ കഴിയണം. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ മോദിജി വന്നിട്ട് ഇതൊക്കെ നേരാക്കിയെടുത്ത് ഈ ഒരു നശിച്ച നാടിനെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ, അതിൻ്റെ ഏറ്റവും ഉന്നമതത്തിൽ തന്നെ എന്താണോ ആയിരുന്നത് അതിനെ ആക്കി വെച്ച ആ മഹാത്മാവിൻ്റെ പേരാണ് മോദിജി. ഈ മോദിജിനെ കുറ്റം പറയണ ഏത് നായാണെങ്കിലും തീട്ടം തന്നാൽ തീരണ പ്രശ്നമുള്ളൂ, അവൻ്റെ മുദ്യനെ പൊയ്ക്കോളും. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. ഇനി ഒരുപാട് പറയാനുണ്ട് എൻ്റെ മോദിജിനെ കുറിച്ചിട്ട്, എൻ്റെ ശങ്കിനെ കുറിച്ചിട്ട്, എൻ്റെ ആത്മാവായ മോദിജിനെ കുറിച്ചിട്ട് എനിക്കൊരുപാട് പറയാനുണ്ട്. എനിക്ക് അയാളെ വല്ലാത്ത ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ആദരവുമാണ്. അദ്ദേഹം ഇനിയൊരു 10-20,000 കൊല്ലം ജീവിച്ചിരിക്കണേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പോലെ ഒരു മഹാത്മാവ് ഈ ഭൂമിയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് ഇറങ്ങി വരുന്ന പോലെയാണ്. ആ ദൈവത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അദ്ദേഹത്തിനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ക്രൂരനാണ്, ഭീകരവാദിയാണ്, തീവ്രവാദിയാണ്. ഗുജറാത്തിൽ തീവ്രവാദം നടത്തിയിട്ട് അത്രേ 97 ഇദ്ദേഹം ആദ്യമായിട്ട് ഇതാണത്. ഗുജറാത്തിൽ തീവ്രവാദം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? അത് മരുന്നിട്ടാൽ തന്നെ ഉണ്ടായിക്കൂലേ? നമ്മളാ മരുന്നല്ലേ ഇട്ടിട്ടുള്ളൂ, അതങ്ങനെ ഉണ്ടായില്ലേ? അതേപോലെ ബാബരി മസ്ജിദ് പൊളിക്കമ്പൽ കാട്ടിയ പരിപാടി പൊളിക്കുമ്പോൾ ഈ നായിൻ്റെ മക്കളൊക്കെ തടുക്കുക, വിവരമുള്ള നായിൻ്റെ മക്കളൊക്കെ ഇത് തടുക്കാൻ വന്ന വിവരമില്ലാത്ത ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ മോദിനെ കുറിച്ചിട്ട് ഏത് നായിൻ്റെ അമ്മ പറഞ്ഞാലും ആ നായിൻ്റെ മന്ത്രി തീട്ടം തിന്നാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പിന്നെ മോദിനെ കുറിച്ചിട്ട് നല്ലതും പറയും. ഇപ്പം ഞാൻ ലേശം തീട്ടം തിന്നു, എനിക്ക് തോന്നുക തീട്ടന്നെ തിന്നേന് ഞാൻ ചോറ തിന്നിക്കണം. അതുകൊണ്ടായിരിക്കും എനിക്ക് വാക്കുകളൊന്നും കറക്റ്റായി കിട്ടാത്തത്. എനിക്കെൻ്റെ മോദിജിനെ കുറിച്ചിട്ട് ഒരുപാട് നല്ല വർത്തമാനം പറയണം, നല്ല പൂജയുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മുതൽ എൻ്റെ മോദിജിൻ്റെ വലിയൊരു ആരാധകനാണ്.